തുഷാർ വെള്ളാപ്പള്ളി എന്തോ ഫ്രോഡ് കേസിൽ പിന്നെ ഇവിടെ UAE അകത്തായപ്പോൾ തന്നെ ഇറക്കിയത് നമ്മുടെ യൂസുഫ് അലിയാണ്. അപ്പോൾ യൂസുഫ് അലി എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലോട്ട് കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുന്ന കൂടുതലായിട്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഇപ്പോൾ. അപ്പൊ അവർ അതിൻ്റെതായ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ട് അസൂയപ്പെട്ടിട്ട് വെള്ളാപ്പള്ളിക്ക് സഹിക്കുന്നില്ല. വെള്ളാപ്പള്ളിക്ക് കള്ള് കച്ചവടം, പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൂടുതലായിട്ട് കള്ളു കുടിക്കാൻ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ കൊണ്ട് വലിയ മെച്ചമൊന്നും വെള്ളാപ്പള്ളിക്ക് കിട്ടാൻ സാധ്യതയില്ല. അതേസമയം ഈഴവ സമൂഹത്തിന്, ഈഴവ സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അവിടെ ആ കാലത്തൊന്നും ജാതിയും മതവും വർഗീയ ചിന്തകളും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഈ വർഗീയത ഇത്രയും ഇതായിട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ശിവരിക്കുന്നിന്മേൽ കോളേജ് സ്ഥാപിക്കാൻ സംഭാവന നൽകണേ നാട്ടുകാർ എന്നും പറഞ്ഞ് അനൗൺസ്മെന്റ് ഇങ്ങനെ ചെറിയ കാറില്ല, ഓട്ടോറിക്ഷ ഒന്നില്ല. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സംഭാവന കൊടുത്താണ് ശിവരിക്കുന്നിന്മേൽ കോളേജ് സ്ഥാപിച്ചത്. അല്ലാതെ ഈ വെള്ളാപ്പള്ളി അന്ന് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയാം. വെള്ളാപ്പള്ളി മിക്കവാറും ആ സമയത്തെല്ലാം ഈ ചാരായം ഉണ്ടല്ലോ, വാറ്റ് ചാരായം. അന്ന് പണ്ട് ഈ ബാറൊന്നും ഇല്ലല്ലോ. വാറ്റ് ചാരായം ഇങ്ങനെ ഇളിയിൽ വെച്ച് മുണ്ട് കയറ്റി കൊടുത്തൊരു കക്കൂടിയും കെട്ടി ഇവനെല്ലാം നാൽക്കവലകളിൽ ചെന്ന് നിൽക്കും. ആളുകൾക്ക് ഒരു ഗ്ലാസും കാണും. ഒഴിച്ചു കൊടുപ്പായിരുന്നു വെള്ളാപ്പള്ളിക്ക് ജോലി. അപ്പൊ അതിങ്ങനെ പുരോഗമിച്ചാണ് ഇന്നിപ്പം വലിയ ബാർ മുതലാളിയായത്. അപ്പൊ ഇവന്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് നാടിനെ നശിപ്പിക്കുക, സമൂഹത്തിനെ നശിപ്പിക്കുക. അങ്ങനെ ഉള്ളവന് പത്മഭൂഷൺ കൊടുത്ത് എന്തായാലും ശരി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ മോഡിജി. നല്ലത് തന്നെ. എന്തായാലും അങ്ങനെയെങ്കിലും വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പെടുത്തുന്നതിന് ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടിയ, പത്മഭൂഷൺ കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന്റെ ഒരു 2000 കോടിയുടെ, ഒരു 1000 കോടിയുടെ ഒരു പ്രതിമയുണ്ടാക്കി ശിവഗിരിക്കുന്നിൽ സ്ഥാപിക്കണമെന്നാണ് എനിക്ക് പറയാം. കാരണം ശ്രീനാരായണ ഗുരുവിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന ആചാര ബാഹുവിന് നമുക്ക് അവിടെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ച് കാലാകാലം ഓർമ്മിക്കണം. കാരണം സമൂഹത്തിനെ വഴിവിഴപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രതിമയുണ്ടാക്കി വെച്ചില്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്താണ് നേട്ടം? അപ്പോൾ ഈഴവ സമുദായമായിരുന്നാലും ശരി, പിണറായി വിജയനായിരുന്നാലും ഇറങ്ങിപ്പോകുന്നതിനെങ്കിലും ഒരു 500 കോടി രൂപയെങ്കിലും, എന്തായാലും ആവശ്യം പോലെ കോടികൾ ഇവിടെ പാഴാക്കി കളയുന്നുണ്ടല്ലോ, ഒരു 500 കോടി പിന്നെ പിരിച്ചെടുത്തെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ SN ട്രസ്റ്റിന്റെ ഭൂമി വിറ്റോ അല്ലെങ്കിൽ കോളേജ് വേണമെങ്കിൽ വിൽക്കാമല്ലോ, ലേലം ചെയ്തെങ്കിലും വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഒരു വെങ്കല പ്രതിമയോ ഒരു സ്വർണ്ണ പ്രതിമയോ, സ്വർണ്ണ മൂക്കായിരുന്നാലും മതി. അപ്പൊ അങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്നാണ് എനിക്ക് പിണറായി വിജയനോട് ആവശ്യപ്പെടാനുള്ളത്. എന്തായാലും ശരി, നമ്മുടെ നാട് പോകുന്ന പോക്കില് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ലജ്ജാവഹമായ ഒരു രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് യാതൊരു പിടുത്തവും കിട്ടില്ല. എന്തായാലും ശരി.